ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? വെൽക്കം ടു മൈ ബ്ലോഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെടുത്തൊരു വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തണുപ്പും നല്ല കോടയും ഇറങ്ങുന്നൊരു ടൈമാണിപ്പോൾ. എന്നുവെച്ചാൽ വണ്ടിയുമൊക്കെ പോയി കഴിഞ്ഞാൽ തണുത്ത് വിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ ദയവ് ചെയ്ത് വണ്ടിയുമേ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസൊക്കെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ഡിഫറെൻ്റാണ്. ഇപ്പോൾ ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ മഴയുണ്ടാവും, ചിലപ്പോൾ വെയിലായിരിക്കും, ചിലപ്പോൾ നല്ല വെയിലായിരിക്കാം, ചിലപ്പോൾ നല്ല കോടമഞ്ഞിറങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മിന്നലുണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ മിന്നലുണ്ടായിരുന്നു എന്നൊന്ന് പറയണേ, കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള വിഷ്വൽസ് തന്നെ കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം ഒത്തു വരുന്നില്ല. കാരണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മൾ പോയിട്ട് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പല വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഈ മഴയും ചൂടും എല്ലാം കൂടി, പിന്നെ ചില സമയത്ത് വല്ലാത്തൊരു മഴയും എല്ലാം കൂടി ആവുമ്പോൾ നമുക്കൊന്നും ഇതായിട്ട് ഉറപ്പ് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇത് വരുന്നത്. ട്രെയിൻ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ വരും ഭാവിയിൽ. അധികം താമസിക്കാതെ ചിലപ്പോൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നില്ല. അപ്പം അങ്ങനെ ട്രെയിനുകളെ ഇഷ്ടപ്പെടുന്ന, ഇന്ത്യൻ റെയിൽവേ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ എന്ന് വെച്ചാലും നമ്മൾ എല്ലാത്തരം ബ്ലോഗും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലോഗ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബ്ലോഗ് മാത്രമല്ല, കോമൺ ആയിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുഡ് ബ്ലോഗും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫുഡ് ബ്ലോഗ് ഞാൻ ഇന്നലെ ചാനലിൽ, അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. പിന്നെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ട്രാവൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബൈക്കിനുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ വീഡിയോ എടുക്കുന്ന പോലെ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റീൽസ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആളുടെ സപ്പോർട്ടോ. അപ്പോൾ അതിനെല്ലാവരും ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം അത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ നമ്മൾ സാധാരണ നമ്മൾ ടി വിയിൽ കാണുന്ന മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അപ്പം അതിൻ്റെതായ കുറവുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക. അപ്പോൾ ആ ചാനൽ അത്യാവശ്യം ഗ്രോ ആവുന്നുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ 111 സബ്സ്ക്രൈബേഴ്സായി. വളരെയധികം സന്തോഷം. ഷോർട്ട് വീഡിയോ 111 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും ലോങ് ആയ ജേണിയാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ നടത്തി തുടങ്ങിയിട്ട്. കാരണം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 1350 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ചാനലിൽ. പക്ഷേ ഇപ്പോൾ ഇത്തിരി ഡള്ളാണ്. യൂട്യൂബിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നറിയാം. യൂട്യൂബിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. അത് യൂട്യൂബിൽ എത്ര പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ എന്ന് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്നവരുണ്ട്. കാരണം ഈ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു വീഡിയോ ഇടും. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ലൈക്ക് റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒരു വീഡിയോ, ഒരു ദിവസം ഒരു വീഡിയോ, കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വേണ്ടത്ര റീച്ച് കിട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മളത് മനസ്സിലാക്കുക. ദിവസത്തിൽ 1-2 വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 ആഴ്ചയിൽ 1-2 വീഡിയോ ഇടാൻ ശ്രമിക്കുക. കാരണം അധികം നീണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ പിന്നെ ഒരു റീച്ച് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ഇട്ട് നോക്കിയാൽ ഈ പറയുന്ന പ്രതീക്ഷിക്കുന്ന റീച്ചൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല.
തെറ്റുണ്ട്. അതൊന്ന് അപ്പോഴേക്കൊക്കെ ദയവ് ചെയ്ത് പോയി ചാനൽ ഒരുവിധം കാണുക. ഫ്രീസ് ആയിട്ടുണ്ട്. ആ അപ്പോൾ കുട്ടിയുടെ ഒരു ചാനൽ പ്രാവശ്യം ഫ്രീസ് സബ്സ്ക്രൈബ് ആയി ചെയ്യുക, ആ കഴിഞ്ഞാൽ കുട്ടിയെ സപ്പോർട്ട് ഭയങ്കര ചെയ്യുക. ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതൊന്നും കുട്ടി. മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഇനിയും അറിയാലോ, ഇനിയും ഇനിയും ഗുരുവായൂർ ഒരുപാട് നമ്മുടെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഈ ഞായറാഴ്ച ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരും നടപ്പന്തലിന്റെ ഉള്ളിലൊന്നും അതിനായിട്ട് വീഡിയോ എടുക്കാൻ ഇപ്പൊ എന്റെ സമ്മതിക്കില്ല. ചാനൽ ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് സബ്സ്ക്രൈബ് തന്നെ ചെയ്യുക, അത് സപ്പോർട്ട് ലിമിറ്റഡ് ചെയ്യുക. ആണ്. അതുകൊണ്ട് അവിടെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അതുകൊണ്ട് നന്ദി. തന്നെ ഇതിപ്പോ ഗുരുവായൂർ ഏകാദശിയാണെന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഗുരുവായൂർ ഏകാദശിയുടെ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോസ് ആയിട്ടുള്ള ബ്ലോഗ് എന്റെ ഉണ്ട്. ഫ്രണ്ടായ ധനയുടെ ചാനലിൽ വരും. ഒന്നും കൂടി കാറ്റ് ബ്ലങ്ക ബൈദന എന്ന് പറയുന്ന ഒരു ചെയ്യാം. ചാനലാണ് കുട്ടിയുടെ. താങ്ക് യു ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താങ്ക് യു വെരി മച്ച്.